ഹായ് ഫ്രണ്ട്സ്, ഇത് ബോട്ട് എന്ന് പറഞ്ഞൊരു സൗണ്ട് ബാറാണ്. 2.1, അതായത് 2 സ്പീക്കറും പിന്നെ സബ് വൂഫറും ഉള്ള ഇതാണ് അതിൻ്റെ സബ് വൂഫർ. ആദ്യം സബ് വൂഫറുമായിട്ട് കണക്ഷൻ ഇല്ലെന്നായി, പിന്നെ ഇതിൻ്റെ ബ്ലൂടൂത്ത് കണക്ഷൻ ഇല്ലെന്നായി. ഇപ്പം മദർ ബോർഡ് കംപ്ലൈൻ്റ് ആണ്. നമുക്ക് സ്വാഭാവികമായിട്ടും മദർ ബോർഡ് പോകാമെന്ന് മനസ്സിലാവും. അതുകൊണ്ട് നമ്മുടെ ഒരു 2.1 ആംപ്ലിഫയർ ഉണ്ടല്ലോ നമ്മുടെ കയ്യിലുള്ള, ആ 2.1 ആംപ്ലിഫയറിന് വേണ്ടിയിട്ട് ഇത് സെറ്റിങ്സ് മാറ്റുകയാണ്. ഇതെന്നാണേലും ഇനി അത് ശരിയാക്കി എടുക്കാൻ പറ്റിയല്ല. ബോർഡിനൊക്കെ ഒത്തിരി കാശാവും, പിന്നെ അതിന് വലിയ പെർഫോമൻസ് ഒന്നും ഇല്ലല്ലോ. ഒരുവിധമൊക്കെ കേൾക്കാൻ സുഖമുള്ള ഒരു സാധനമായിരുന്നു. പക്ഷെ നമുക്ക് ഇനിയിപ്പം ഇത് ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളതെല്ലാം ഒഴിവാക്കി നമ്മൾ സ്പീക്കറും ഇതും എടുക്കുവാണ്. അപ്പോൾ അതിലേക്ക് മാറ്റുന്ന ഒരു രംഗമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. രണ്ട് വയറാണ് നമുക്ക് പുറത്തേക്ക് വേണ്ടത്. ഈ 2 വയർ നമ്മൾ എ സിയുടെ കോഡിൻ്റെ അതിൽ തന്നെ നമ്മൾ എടുക്കാൻ പോവാണ്. കാരണം എന്ന് വെച്ചാൽ പിന്നെ തുളയിടാനൊന്നും നടക്കണ്ടല്ലോ, അതിലാണ് ഗ്ലൂ മാത്രം ചെയ്താൽ മതി. എന്നാണത് കട്ട് ചെയ്യാതെ എടുക്കത്തുമില്ല, അതാണ് ഏറ്റവും വലിയ കുഴപ്പം. ഈ വയറിൻ്റെ പിന്ന് കട്ട് ചെയ്യാതെ ഒഴിവാക്കത്തുമില്ല. ഒഴിവാക്കാതിരിക്കും. ഇതിനകത്തുനിന്ന് ലോക്ക് എടുത്തിട്ട് ഊരിയാൽ മതി. ഒരു ചെറിയ ട്വിസ്. 2 സ്പീക്കറിനുള്ള വയറ് ഇതിനകത്തൂടെ ഒരുവിധം കടത്തുകയാണ്. കറക്റ്റ് കടന്നു. ഇതിപ്പം ഗ്ലൂവും കൂടെ ചെയ്യണം. ഇത്ര നീളമുണ്ട്, ഇത്ര നീളം ഇതിനകത്ത് ഇടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സ്പീക്കർ നമ്മൾ കട്ട് ചെയ്യുമ്പം റെഡും ബ്ലാക്കും ഉണ്ട്. അതിൽ റെഡ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, ബ്ലാക്ക് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഇതിനകത്തും ഇപ്പോൾ അങ്ങനെ തന്നെ ഉണ്ട്. ബ്ലാക്ക് വരെയുള്ള സാധനം നെഗറ്റീവാണ്. നമ്മൾ ഇതുണ്ട്, വരയില്ലാത്ത സാധനം പോസിറ്റീവാണ്. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. ഇപ്പോൾ രണ്ടും നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. അതുപോലെ തന്നെ അടുത്തത് നമ്മൾ സെറ്റ് ചെയ്യുവാണ്. അതും പോസിറ്റീവും, ഈ കറുത്ത വരയുള്ളത് നെഗറ്റീവും. ഇപ്പോൾ ഇത് പോസിറ്റീവ്, മറ്റേ വരയുള്ളത് നെഗറ്റീവ്. ഇതുപോലെ തന്നെ ഇവിടെ ചുമല പോസിറ്റീവും കറുത്ത വരയുള്ളത് നെഗറ്റീവുമായിട്ട് നമ്മൾ കണക്കാക്കും. അങ്ങനെയാണ് സാധാരണഗതിയിലുള്ളത്. അപ്പോൾ അത് നമുക്കെടുക്കാം. അവരിട്ടിരിക്കുന്ന വയർ ചില സിൽവർ ടൈപ്പാണ്, കുഴപ്പമില്ലത്. നമ്മളുടെ കോപ്പറാണ്. ഇതിനകത്ത് നമുക്കൊരു സ്ലീവ് ഇടണം. സ്ലീവ് വേണം. സ്ലീവ് ഇട്ട് നമുക്ക് സോൾഡർ ചെയ്ത് സ്ലീവ് ഇടാം. അപ്പോൾ നമ്മളൊരു സ്ലീവ് ഇടാൻ പോവാണ്. അപ്പോൾ 2 വയറാണ് ഉള്ളത്, രണ്ടിനും ഓരോ സ്ലീവ്. കറുത്തതും ചുമലയുണ്ട്. ഇവിടെ കറുത്ത സ്ലീവ് ചില കൂടുതലായതുകൊണ്ട് തീർന്നു പോയി. അപ്പോൾ ഇത് കറുത്ത എനിക്കറിയാം, ഇതാണ് ബ്ലാക്ക്. അപ്പോൾ നമ്മൾ ഈ ഇതുമായിട്ട് ബ്ലാക്കുമായിട്ട് നമ്മൾ സോൾഡർ ചെയ്യാൻ പോവാണ്. ബ്ലാക്കുമായിട്ട് നമ്മൾ സോൾഡർ ചെയ്യുവാണ്.
ബ്ലാക്കുമായിട്ട് നമ്മളത് സോൾഡർ ചെയ്തു. പിന്നെ റെഡുമായിട്ട് സോൾഡർ ചെയ്യണം. ഇതേൽ വരയില്ലാത്തതാണ് പോസിറ്റീവായിട്ട് വരുന്നത്. ഒരു ചാനൽ കഴിഞ്ഞു. ഇതിപ്പോൾ രണ്ടാമത്തെ ചാനലും കഴിഞ്ഞു. അതൊരു ഇച്ചിരി എൻഡിലേക്ക് പോയി. അത് നമ്മളൊന്ന് കയറ്റി പിറ്റിക്കണം. അല്ലെങ്കിൽ ഇച്ചിരി ആ വയറിന് ഇച്ചിരി ഇൻസുലേഷൻ എടുത്ത് ഇച്ചിരി കൂടിപ്പോയി. അത്ര ഇൻസുലേഷൻ കളയേണ്ട കാര്യമില്ല. എപ്പോഴും നമ്മൾ സോൾഡർ ചെയ്യുമ്പോൾ നല്ലപോലെ ഫ്ലെക്സൊക്കെ ഇട്ട് നല്ലപോലെ ലെഡ് ഇട്ട് സോൾഡർ ചെയ്തതിന് ശേഷം ഒന്ന് വലിച്ചു നോക്കുന്നതല്ല, ഇങ്ങനെ വലിച്ച് വിട്ടുപോകുന്നു. പിന്നെ നല്ലപോലെ സ്ലീവ് മൂടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇനി അടുത്ത ചാനലിൽ ഇത് ബ്ലാക്ക്, ഇത് റെഡ്. അപ്പോൾ നമുക്ക് റെഡ് തന്നെ ആദ്യം കൊടുക്കാം. അതിന് നമ്മൾ റെഡായിട്ട് സ്ലീവ് ഇടുന്നു. ഇത് ചെറുതായിപ്പോയല്ലോ, വലുത് വേണം. അതിന് ഒരെണ്ണം ചെറുതായിപ്പോയി. ഇത് ചെറുതായിപ്പോയി, വലുതെടുക്കണം. അതിപ്പം ആദ്യം തന്നെ പോസിറ്റീവ് ചെയ്യാൻ നോക്കിയാലും നെഗറ്റീവ് സമ്മതിക്കുന്നില്ല. നെഗറ്റീവ് പൊങ്ങിച്ചാടി വരികയാണ്. അപ്പോൾ അതെല്ലാം ഒരു ലെൻസോടെ വെച്ച് സൂക്ഷ്മമായിട്ട് ചെയ്തേക്കാം. അപ്പം അവനെ നമ്മൾ ആദ്യം ലെഡ് ചെയ്യണം. രണ്ടിന് നല്ലപോലെ ഫ്ലെക്സ് ഇട്ട് ലെഡ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് നല്ലപോലെ പിടിക്കത്തുള്ളൂ. ഒന്നാമത് വേറൊരു ടൈപ്പ് വയറാണ്, കോപ്പർ അല്ലതാണ്. അത് ചിലപ്പോൾ സ്റ്റീൽ ചെയ്തിരിക്കുന്നതായിരിക്കും, കോപ്പറിൻ്റെ മണ്ടയിൽ നിക്കൽ ചെയ്തിരിക്കുന്നതായിരിക്കാം. ഇന്ന് ലോകത്തിലെ ഇലക്ട്രോണിക്സ് കംപ്ലീറ്റ് ചൈനയിലേക്ക് ഒതുങ്ങി. ചൈന ഇന്ന് ഹാർഡ് വർക്ക് ചെയ്ത് ഭയങ്കര ടെക്നോളജി ഡെവലപ്പ് ചെയ്യുവാണ്. അവർ നമുക്കിനി മാറ്റി നിർത്താനൊന്നും പറ്റിയില്ല, അത്ര അവർ ഡെവലപ്പായിപ്പോയി. പിന്നെ അത്യാവശ്യം അവർ നല്ല ഹാർഡ് വർക്കേഴ്സുമാണ്. അവരുടെ എല്ലാ സാധനങ്ങളും ഒന്നിനൊന്ന് മെച്ചമായിട്ട് ഇപ്പോൾ വരുന്നുണ്ട്. പിന്നെ വലിയ വിലയൊന്നും വാങ്ങുന്നില്ലല്ലോ. ആയുഷ്കാലം ഉപയോഗിക്കുന്ന ആ കൺസെപ്റ്റ് ഇപ്പോൾ പോയെന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല, നല്ല സാധനങ്ങളാണ്. അതും കഴിഞ്ഞു. നമുക്കിനി ഇതിനെ ഒന്ന് ബ്ലോ ചെയ്യണം. ബ്ലോർ എടുക്കാം. ഒരു ഗ്ലൂ ഞാൻ ഇതിനെ ഇവിടെ ഒന്ന് നമ്മൾ ആ വയറൊന്ന് ഗ്ലൂ ചെയ്തു. അതിനകത്ത് തന്നെ വൈബ്രേഷൻ ഒന്നും വരാതെ അവരിത് ചെയ്യുന്നത് കൊണ്ടാണ് ഞാനങ്ങനെ ചെയ്ത്. അങ്ങനെയാണ് ഇതിൻ്റെ ഫിറ്റിങ്സ്. ഓക്കെ, അപ്പോൾ ഏകദേശം എല്ലാം കറക്റ്റായി. ഇവിടെ ഒരെണ്ണം കിടന്നോട്ടെ. ഒരെണ്ണം ഇവിടെയും കിടന്നോട്ടെ. ഒരെണ്ണം ഇവിടെയും കിടന്നോട്ടെ. അതിന് മുട്ടുമൊന്നും വേണ്ട, അനങ്ങും വേണ്ട. ഇരുന്നോട്ടെ. നമ്മൾ കവർ ഇടുന്നതിന് മുമ്പ് അകത്ത് ഇച്ചിരി ഗ്ലൂ ഇടണം. ഈ വയറിന് വേണ്ടി, വയറ് വലിയാതിരിക്കാൻ.
നമുക്ക് ഉണങ്ങാൻ ഒരിച്ചിരി സമയം കൊടുക്കണം. അതങ്ങനെ ഇരുന്നൊന്ന് ഉണങ്ങട്ടെ. നമ്മൾ 2 സ്പീക്കറായി. സ്പീക്കറിന് നമ്മൾ വയറെടുക്കുന്നുണ്ട്. അതിൻ്റെ അറ്റത്ത് നമ്മൾ ഇൻസുലേഷൻ കളയണം. ഇൻസുലേഷൻ കളഞ്ഞിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിനും ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് നോക്കി വേണം ആംപ്ലിഫയറെ കൊടുക്കാൻ. അപ്പോൾ നമ്മളൊരു ഇച്ചിരി ഇൻസുലേഷൻ കളഞ്ഞു. നമുക്ക് ഇതൊരു ചാനലായി. ഇനി അടുത്ത ചാനൽ. ഇതിപ്പോൾ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരെണ്ണം ഉണ്ടെങ്കിൽ ഈ ആംപ്ലിഫയർ ദൂരെയാണ് നിങ്ങളെങ്കിൽ ഇത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇത് നമ്മളെ വിളിച്ച് പറഞ്ഞാൽ നമ്മളതിൻ്റെ ആംപ്ലിഫയർ അയച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് തന്നെ ഇത് കൈകാര്യം ചെയ്തെടുക്കാവുന്ന കാര്യമുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് കാണിച്ചു തരുന്നത്. ഇനി അല്ലെങ്കിൽ ഇഷ്ടംപോലെ ടെക്നീഷ്യന്മാരിപ്പം ഉണ്ടല്ലോ, നമ്മുടെ ജോലി ചെയ്യുന്ന ടെക്നീഷ്യന്മാരോട് ആരോട് ചെന്ന് ഇത് പറഞ്ഞാലും അവരത് ചെയ്തു തരും. ഇനി ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നോ അങ്ങനെ എന്തെങ്കിലുമോ പറഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി, ഇങ്ങനെ ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞാൽ മതി. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞും തരാം. അതൊന്നും വിഷയമുള്ള കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്യാതെ സെബ്രോണിക്സൊക്കെ കേടായത് ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്കിങ്ങനെ ഉപയോഗിക്കാൻ നല്ല വർക്കിംഗ് ആണ്. ഞാനിത് ലെഡ് ഇടുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് സോൾഡർ ചെയ്യുമ്പോൾ അതിൻ്റെ നൂലൊന്നും പൊങ്ങി വരാതിരിക്കാൻ ലെഡിട്ട് നമ്മളതിനെ സെറ്റാക്കുന്നുള്ളൂ. ലെഡിട്ട് ഈ ഫ്ലെക്സിൻ്റെ പുക ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര വിഷമാണ്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഇവിടെ എല്ലാം സെറ്റായി. ഇനി മുറിക്കിയാൽ മതി. എൻ്റെ സ്ക്രൂ എടുത്ത് സ്ക്രൂ മുറുക്കാന്നുള്ളതേ ഉള്ളൂ പരിപാടി. ഓക്കെ, മുറുകി. സ്ക്രൂ 1-2 ഇട്ടേക്കാം. അതിനുള്ള ആരോഗ്യമൊക്കെ ഇത് നമുക്ക് അടുത്തതിൻ്റെ സബ് വൂഫറാണ് റെഡിയാക്കേണ്ടത്. സബ് വൂഫർ നമുക്ക് റെഡിയാക്കണം. ഇപ്പം അനങ്ങുന്നില്ല. ബാറ്ററി ഇത്ര പെട്ടെന്ന് തീർന്നു പോയി. ബാറ്ററി താഴെയായിപ്പോയി. ഒറ്റയടിക്ക് തീർന്നു. തീരാറായിട്ടിരുന്നതായിരിക്കും. എന്തായാലും മിഷ്യൻ്റെ കാര്യമൊക്കെ ഇത്രേ ഉള്ളൂ. ഏത് നിമിഷവും തട്ടിപ്പോവും. നമ്മുടെ കൈപ്പണി മാത്രമേ ശാശ്വതമായുള്ളൂ. കണ്ടല്ലോ, നല്ല വെടിക്കെട്ടായിട്ട് ഓടിക്കൊണ്ടിരുന്ന സാധനം നിന്ന് തപ്പി തീർന്നു പോയി. ബാറ്ററി തീർന്നതാണോ മരണപ്പെട്ടതാണോ എന്ന് ബാറ്ററി മാറിയിട്ട് നോക്കിയാൽ അറിയാം. അപ്പോൾ ഇവിടെ നമ്മളൊരു ഇച്ചിരി ഗ്ലൂ ഇടുകയാണ്. നമുക്കിനി ഒരു സ്ക്രൂവും കൂടി ഇവിടെ ഇടാനുണ്ട്. ഒരു സ്ക്രൂവും കൂടി ഇട്ടു. ആ സ്ക്രൂവും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് എല്ലാം ഒന്ന് വേണമെങ്കിൽ തുരുമ്പെടുക്കാതിരിക്കാൻ വേണ്ടി ഒരു ഇച്ചിരി ഗ്ലൂ തൊട്ട് വിട്ടാൽ അത് തുരുമ്പെടുക്കാതിരിക്കും. ഈ സ്ക്രൂ എല്ലാം തുരുമ്പായി. കാരണം നാളെ ഇനി അഴിക്കുമ്പോൾ അതെല്ലാം ഇരട്ടിപ്പണിയാവും. അപ്പോൾ നമുക്ക് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ സബ് വൂഫറാണ് ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത്. ഇത് റെഡിയായെന്ന് തോന്നുന്നു. ഒരു ബാറ്ററി എടുത്ത് നമുക്കൊന്ന് നോക്കട്ടെ. ഞാനൊരു ബാറ്ററി എടുത്ത് കണക്ട് ചെയ്ത് നോക്കാം. ഇത് ബാറ്ററി കണ്ടോ, കേൾക്കാമല്ലോ.
ഒരു സ്പീക്കർ റെഡി. അടുത്ത സ്പീക്കറും റെഡി. ഇനി ഇത് എത്ര ഓംസ് സ്പീക്കറാണെന്ന് നമുക്കൊന്ന് നോക്കാം. എത്ര ഓംസ് ആണ് ഇതിൻ്റെ സ്പീക്കറിൻ്റെ? നമുക്ക് 4 തൊട്ട് 8 വരെ ഓക്കെയാണ്. ഇത് എത്ര ഓംസ് ആണെന്ന് നോക്കാം. ഇത് 8 ഓംസ്. ഇതിൻ്റെ ഓംസ് നമ്മൾ നോക്കുകയാണ്. ശരിക്കും നമുക്ക് 8 ഓംസ് ആണ് കണ്ടത്. 7.9 7.9. അപ്പോൾ 8 ഓംസ് സ്പീക്കറാണ് ഇതിനകത്തിരിക്കുന്നത്. ഈ സ്പീക്കറും നമുക്കൊന്ന് നോക്കാം. ഇതൊരു ചെറിയ മാറ്റമുണ്ട്. 8 മാറുന്നുണ്ട്. 8 ഇപ്പോൾ 8 അത് പിടിക്കുന്നതിൻ്റെ 7.8 9 8 ഓംസ്. സ്പീക്കർ രണ്ടും കറക്റ്റ് ഓംസാണ്. നമുക്ക് കുഴപ്പമില്ല, നമുക്ക് പറ്റിയ ഓംസാണ്. ഇനി നമുക്ക് സബ് വൂഫറാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ സബ് വൂഫർ അടിക്കാൻ പോവാണ്. അതിൻ്റെ സൈഡൊക്കെ ഒരു ചെറിയ തുളയൊക്കെ വീണ് ഇരിപ്പുണ്ടെങ്കിലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇതാണ് സബ് വൂഫർ. കണ്ടോ, ഇത് കുഴപ്പമൊന്നും മൂവ് ചെയ്യുന്നുണ്ട്, സ്റ്റക്കൊന്നുമല്ല. അപ്പം ഇതിങ്ങനെ അടച്ച് 2 തുള വീണിട്ടുണ്ട്. അത് നമ്മൾ കാര്യമാക്കുന്നില്ല. തുളയൊക്കെ അങ്ങനെ കിടക്കട്ടെ. ഇനിയിപ്പം നമ്മുടെ സ്ക്രൂ ഡ്രൈവർ ഇപ്പം അനങ്ങുന്നുമുണ്ട്. അതിനെ പറ്റി ഇപ്പം പോയി. ബാറ്ററി ഇച്ചിരി ഇരുന്നതാണ്. ഒന്ന് സ്റ്റോപ്പ് ചെയ്ത്. അപ്പോൾ നമ്മൾ സബ് വൂഫറിൻ്റെ ബോർഡ് എടുത്തു. ഇതാണ് സബ് വൂഫറിൻ്റെ ബോർഡ്. ഇനിയിപ്പോൾ അതൊന്നും നമുക്ക് ആവശ്യമില്ല, എല്ലാം പോയതാണ്. നല്ല തുരുമ്പെല്ലാം കയറിയിട്ടുണ്ട്. എല്ലാം കുറേ നാൾ ഉപയോഗിക്കാതെയൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഇതിനുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ആ വയറിൻ്റെ തുളയെക്കൂടെ തന്നെ ഇടാനാണ് പ്ലാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ അറിയാമല്ലോ, അത് തന്നെ ഇട്ടില്ലെങ്കിൽ അത് എടുക്കാനും പറ്റുകയില്ല. കട്ട് ചെയ്തെടുക്കാനേ പറ്റുള്ളൂ. പിന്നൂരി എടുത്തിട്ട് മുമ്പേ കിട്ടിയില്ല. അപ്പോൾ പിന്നെ അത് ഒഴിവാക്കാം. അപ്പോൾ നമ്മൾ ചൂടായിട്ട് വയറെടുത്ത് AC കോഡ് എടുത്ത് കളഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ സ്പീക്കർ വയർ വേണം അതിനെ കടത്താൻ. സ്പീക്കർ വയർ എടുത്തു, ഇതിലെ കടത്തി. കറക്റ്റാണ്. ഒരെണ്ണം മതിയെന്നുകൊണ്ട് ആവശ്യത്തിനുണ്ട്. അത് നേരെ സ്പീക്കറോട്ട് കണക്ട് ചെയ്യണം. പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട് അവിടെ. ചുമല പോസിറ്റീവും കറുപ്പ് നെഗറ്റീവും ആയിട്ടാണ് അവരൊരു പിന്നൊക്കെ വെച്ചാൽ ഇതാണ് കൊടുത്തിരുന്നത്. നമുക്ക് പിന്നൊന്നും വേണ്ട, നമുക്ക് നേരെ സോൾഡർ ചെയ്യുവാണ് നമുക്ക് നല്ലത്. അങ്ങനെ നേരെ സോൾഡർ ചെയ്യാൻ പോവാണ്. ലെഡേ വരൂ കിട്ടി. ലെഡ് വന്നു. നമുക്ക് സബ് വൂഫറിനെ ഒന്ന് ഊരിയെടുത്താലേ കറക്റ്റ് സോൾഡർ ചെയ്യാൻ പറ്റുള്ളൂ. കറക്റ്റ് മുറുക്കമൊന്നും എല്ലാം ഇരുന്ന് തുരുമ്പായി. പശയിട്ട് വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. എന്നാൽ പിന്നെ ഇത് വെച്ചാണോ നോക്കട്ടെ. അകത്തൂടെ ഇട്ട് നോക്കിയാലേ അറിയത്തുള്ളൂ. പശയും കിശയൊന്നുമില്ല, എല്ലാം പോന്നു. ാണ്
ഇതേടെ എത്ര ഓംസ് എഴുതിയിരിക്കും നോക്കട്ടെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുമ്പോൾ എല്ലാം സൂം ചെയ്ത് കാണിക്കണം. 100 MS ആണ് വാട്ട്. 001 വാട്ട് 4S എന്നൊക്കെ എഴുതിയിരിക്കുന്നു. 4 ഓംസ് ആയിരിക്കും. നേരെവേ എഴുതിയാലേ ആൾക്കാർക്ക് മനസ്സിലായാലോ. ആർക്കും മനസ്സിലാതിരിക്കാനാണ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ കളഞ്ഞു. നമ്മുടെ വയറ് നമ്മൾ കൊടുക്കേണ്ടത് നമ്മളെ പ്ലാസ്റ്റിക്കിൻ്റെ അകത്തൂടെ ഇടണം. ഇട്ടെടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ഇട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. അത് എടുക്കണം. മുഴുവൻ ഫംഗസാണ്. എന്നാ രോഗം വരുമെന്ന് ദൈവത്തിനറിയാം. പോസിറ്റീവ് നെഗറ്റീവ്. അപ്പോൾ ഇതെടുത്തു. നമ്മുടെ ബ്ലാക്ക് ഇല്ലാത്ത സാധനം പോസിറ്റീവ് നമുക്ക് ഇതിനകത്തൂടെ കടത്തി വിടാം. അതൊരു ഇച്ചിരി കടത്തി വിടുന്നതെന്ന് വെച്ചാൽ ഊരിയൊന്നും പറഞ്ഞൊന്നും പോരാതിരിക്കാൻ വേണ്ടി, നല്ല വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയാണ് കടത്തി വിടുന്നത്. കടത്തി വിടുമ്പോൾ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. അത് ബോഡിയെ പോയി മുട്ടാനും പാടില്ല. അപ്പം അത് സോൾഡർ ചെയ്തതിന് ശേഷം അതിൻ്റെ എൻഡ് ഒന്ന് കട്ട് ചെയ്ത് വിട്ടാൽ മതി. ഇനി അടുത്തത് നെഗറ്റീവ്. ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യുമ്പോൾ അത് ഫോക്കസ് ചെയ്യണം. ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ഒന്നും കാണാൻ പറ്റുന്നില്ല. പൊട്ടക്കണ്ണനാണോ ഇത് വീഡിയോ പിടിക്കുന്നവരെ ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വരരുത്. നമുക്കിത് ആൾക്കാർക്കും കൂടെ കാണാനും അവർക്കിത് കണ്ട് പഠിച്ച് ചെയ്യാനും കൂടെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം എന്താണ് നമ്മൾ ചെയ്തതെന്ന് അവർ കാണുക. എന്നാലേ നമ്മൾ ചെയ്യുന്ന വർക്കിന് എന്തെങ്കിലും കുറ്റം ഉണ്ടായാലും ആൾക്കാർക്ക് പറയാൻ പറ്റത്തുള്ളൂ. കുറ്റമൊക്കെ പറയണം, അതൊന്നും കുഴപ്പമില്ല. പൂർണ്ണരായിട്ട് ഒരു മനുഷ്യനില്ലല്ലോ. അപ്പോൾ ഇച്ചിരി കുറ്റമൊക്കെ പറയുന്ന എപ്പോഴും നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇച്ചിരി ഗ്ലൂ ഇടുക. എന്നാൽ ഈ ഹോളെല്ലാം തുരുമ്പായിട്ടുള്ളതുകൊണ്ട് ഞാനിത് നല്ലപോലെ ഇവിടെ ഒന്ന് ഫിക്സ് ആയിട്ടിരിക്കാൻ വേണ്ടി ഇച്ചിരി പശ ഇട്ടങ്ങോട്ട് വെക്കാൻ പോവാം. എല്ലാ ഹോളും തുരുമ്പെടുത്ത് ടൈറ്റാകാത്ത രീതിയിലായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇച്ചിരി പവറുള്ള സാധനമാണ് നമ്മുടെ ആംപ്ലിഫയർ നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഉടായ്പ പരിപാടി ഒന്നും നടക്കില്ല. അപ്പോൾ നമ്മൾ അതുപോലെ ഞാൻ ഇതിൻ്റെ ഹോൾസിന് ചെറിയ മാറ്റം വരുത്തുവാണ്. പഴയ ഹോളിൽ കൂടി ഇടുന്നില്ല, ഹോളൊന്ന് മാറ്റിയിടുവാണ്. അപ്പോഴും ടൈറ്റ് ആയിക്കോളും. ഒരുവിധം ആ ഹോളൊക്കെ തന്നെയാണ്. ഇവിടെ ആയി കഴിഞ്ഞപ്പോൾ നല്ല ഫിറ്റായി. ഇനി നമുക്കിതിനെ ബാക്ക് കവർ ഇടാം. ബാക്ക് കവറിട്ട് അപ്പോൾ അതിന് ഇച്ചിരി ഗ്ലൂ ഇട്ടേക്കാം. നീ വലിച്ച് വയറ് പറിക്കണ്ട. അതിന് ഇച്ചിരി ഗ്ലൂ ഇട്ടു. വലിച്ചു കൊടുക്കുക. പുറത്തുനിന്ന് ഇച്ചിരി ഇട്ടു. ഇത് നമ്മൾ സ്ക്രൂ എല്ലാം ഇടാൻ പോകണം. ഇത് പിന്നെ മെറ്റലായതുകൊണ്ട് സ്ക്രൂ ഒന്നും മാറ്റിയിടാൻ പറ്റിയില്ല. മറ്റേ തടിയായതുകൊണ്ട് മാറ്റിയാക്കി ഇട്ടു. ഈ ബാസിനെ ബാധിക്കുന്നൊരു സാധനമാണ് ഇതും. അതും കഴിഞ്ഞു. ഇത് നമ്മുടെ ആംപ്ലിഫയർ കണക്ട് ചെയ്ത് നമുക്കിത് പ്ലേ ചെയ്താൽ മാത്രം മതി. ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ബോട്ട് പേരൊക്കെ കൊള്ളാം. ബോട്ട്, കപ്പൽ എന്നൊക്കെയുള്ള പേരൊക്കെ അടിപൊളി. അപ്പം നമ്മളിത് കണക്ട് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ആദ്യം നമ്മൾ സബ് വൂഫറിൻ്റെ ലൈനാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. സബ് വൂഫറിൻ്റെ ലൈൻ കണക്ട് ചെയ്യുമ്പോൾ ഇത്
സബൂഫറിൻ്റെ വയർ നമുക്ക് ലെഡ് ചെയ്തേക്കാം. ലെഡ് ചെയ്താൽ നല്ല വൃത്തിയായിട്ടിരിക്കും. പിന്നെ നൂലൊന്നും പൊങ്ങോ ഒരു കമ്പിയായിട്ടൊന്നും പൊങ്ങിയും പിടിച്ചൊന്നും വരികയില്ല. സബൂഫറിനുള്ള സാധനം നമ്മളിട്ടു. നമുക്ക് ഒത്തിരി നീളമാണ്, നമുക്ക് ഇച്ചിരി കട്ട് ചെയ്തതാണ്. ഇപ്പം അത്ര നീളം ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ സബൂഫറിന് ഈ കറുത്ത വരെയുള്ളത് നെഗറ്റീവാണ്. കറുത്ത വരെയുള്ളത് നമ്മൾ നെഗറ്റീവ് കൊടുക്കുവാണ്. അതുകൊണ്ടൊന്ന് കയറ്റി നോക്കാം. കയറ്റി കഴിയുമ്പോൾ പുറത്തൊത്തിരി വരുമോ ഇല്ല. നെഗറ്റീവ് റെഡി. ഇനി പോസിറ്റീവ്. പോസിറ്റീവും കൊടുത്തു. ലെഫ്റ്റ് ചാനൽ, റൈറ്റ് ചാനൽ, അതും അങ്ങനെ തന്നെ കൊടുത്താൽ മതി. എൻ്റെയൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തേക്കാം. എൻ്റെയൊക്കെ ഫിനിഷ് ചെയ്യുന്നല്ല എപ്പോഴും. ഓക്കെ, വരെയുള്ള നെഗറ്റീവിൽ അത് വെച്ചു. ഇനി നമുക്കുള്ളത് അടുത്ത ചാനൽ. ലെഫ്റ്റ് കൊടുത്തു, ഇനി റൈറ്റ് കൊടുക്കണം. റൈറ്റ് ചാനൽ കിട്ടി. അത് എൻ്റെയൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തേക്കാം. ഇതിനെ ഒരു ഇച്ചിരി കട്ട് ചെയ്തപ്പോൾ ഇച്ചിരി ഇതായിപ്പോയി, കയറിപ്പോയി. അങ്ങനെ വരുമ്പോൾ അവിടെ കോപ്പർ കുറവായിരുന്നു. കമ്പിയുടെ എണ്ണം കുറവുള്ളത് നമ്മളൊന്ന് മാറ്റി നല്ല എണ്ണമുള്ള കമ്പി തന്നെ ആക്കി. ഇത് കറുത്തതിനാണുള്ളത്. ഇത് പോസിറ്റീവിടെ കൊടുക്കുവാണ്. നമ്മൾ കൊടുത്തു. നമ്മുടെ സാധനം സെറ്റായി. ഇനി ഒന്ന് പ്ലഗ് ചെയ്യാം. നമുക്കൊരു ബ്ലൂടൂത്ത് കണക്ഷൻ കൊടുത്ത് നോക്കാം ആദ്യം. ഫോണുണ്ടോ? അപ്പം ഒരു കാര്യം മനസ്സിലായി, സബ്വൂഫർ നമ്മുടെ ആംപ്ലിഫയറുമായിട്ട് ഇച്ചിരി നല്ല പവറാണ്.
അപ്പോൾ പകുതി സബ് ഊഫറിൻ്റെ വോളിയം വെക്കാവുള്ളൂ. മുഴുവൻ വോളിയം വെച്ചാൽ സബ് ഊഫർ പെട്ടെന്ന് ഡാമേജ് ആവും. എന്നാലും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. ആ പയ്യനവിടെ വന്ന് ഇരിപ്പുണ്ടോ? ഇരിപ്പുണ്ടോ? അങ്ങനെ ഉണ്ട്. അവനെ കയറ്റി കാണിച്ചിട്ട് വിടുവാണല്ലേ, നമ്മൾ പിന്നെ ഒന്ന് സെറ്റ് ചെയ്യണ്ടല്ലോ. അല്ല, അവന് വേറെ ആമ്പായി വെച്ച് കാണിക്കണം അല്ലേ? അപ്പൊ കേടായി കിടക്കുന്ന ബോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഓടിക്കാം അല്ലേ? ബോട്ട് വെള്ളത്തിൽ കൂടെ ഓടിക്കാം, നമുക്ക് ഓടിക്കാം. അപ്പൊ കേടായി കിടക്കുന്ന ബോട്ട് ആരുടെയെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ആ ബോട്ട് നമുക്ക് കരയിൽ നിന്നും വെള്ളത്തിലിറക്കാം, വെള്ളത്തിലിറക്കി ഓടിക്കാം. കേടായ എല്ലാ ബോട്ടും ഇതുപോലെ വർക്കാവും. അപ്പം അതിൻ്റെ തുള വീണാലും നമുക്ക് വിഷയമില്ല, നമ്മൾ അതിനകത്തൂടെ ഇറക്കുവാണ്. ഓക്കെ, പണി കഴിഞ്ഞു. അപ്പോൾ കസ്റ്റമർക്ക് ഡെലിവറി ചെയ്യാം. അപ്പോൾ ഇതാണ് ബോട്ട്, ഒന്നുകൂടെ കാണിച്ചേക്കാം. ബോട്ട്, അതിൻ്റെ സ്പീക്കർ, അതിൻ്റെ സബ് ഊഫർ, ഈ രണ്ട് സാധനവും കൂടെ നമ്മൾ AS21 അല്ല TB21 കണക്ട് ചെയ്തിരിക്കുകയാണ്. കറക്റ്റായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. TB20 ഒറിജിനൽ ബോർഡ്. എല്ലാ TB21 ഒറിജിനലാണെന്ന് വിചാരിച്ചേക്കല്ല്, കുറഞ്ഞതുകൊണ്ട് കൂടിയതുകൊണ്ട് എല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പലപ്പോഴും വില പറയാത്തത്. ഞാനിപ്പോൾ ഒരു വില പറഞ്ഞു കഴിഞ്ഞാൽ മറ്റും പറയും അതിനല്ല, അതിന് താഴെ കിട്ടുമെന്ന് പറയും. അപ്പോൾ അത് ഞാൻ പറയണ്ടല്ലോ, ഓരോരുത്തർക്ക് അവർക്ക് ഒരു ഇഷ്ടമുള്ള സാധനങ്ങൾ എവിടെ നിന്ന് വേണേലും വാങ്ങുക. എൻ്റെ നിന്ന് വാങ്ങാൻ ഞാൻ ഒരിക്കലും പറയില്ല. എന്നെ വിശ്വാസമുള്ളവർ എൻ്റെ നിന്ന് വാങ്ങുക, മറ്റുള്ളവർ വിശ്വാസമുള്ളവർ മറ്റുള്ളവരിൽ നിന്ന് വാങ്ങുക. ഇതുകൊണ്ട് ഉപജീവനം നടത്തുന്ന ഇഷ്ടംപോലെ ടെക്നീഷ്യന്മാരുണ്ട്. അവരുടെ പള്ളക്കടിക്കാതിരിക്കുക. അവരിത് മേടിച്ച് നല്ല സാധനങ്ങൾ നിങ്ങൾക്ക് വിശ്വാസമായ രീതിയിൽ ചെയ്തു തരുന്ന നല്ല ടെക്നീഷ്യന്മാരുണ്ട്. ഈ കറക്റ്റായിട്ട് ഒരു ജീവിക്കാൻ ഒരു വരുമാനം ഇല്ലാത്തതുകൊണ്ടാണ് ഈ ടെക്നീഷ്യന്മാർ തന്നെ ഇതിൻ്റെ അകത്ത് നിന്ന് പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കൂലിവേലയ്ക്ക് പോയാൽ പോലും കിട്ടുന്ന പൈസ പോലും ഇത് കിട്ടുന്നില്ല ഒരു ടെക്നീഷ്യനെ സംബന്ധിച്ച്. അതുകൊണ്ട് കഴിവതും ടെക്നീഷ്യന്മാരെ സപ്പോർട്ട് ചെയ്യാം. ഞാൻ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ്. ഞാനിപ്പോൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട് സ്കൂൾ ഇടാത്തവന് അങ്ങനെയുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ടെക്നീഷ്യന്മാരെ എനിക്ക് ഇഷ്ടമല്ല. ഞാനൊരു ടെക്നീഷ്യനാണ്, എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ ടെക്നീഷ്യനായിരുന്നു. അതുകൊണ്ട് എല്ലാവരെയും എനിക്കിഷ്ടമാണ്. ഞാനിത് കാണിക്കുന്നത് തന്നെ പുതിയതായിട്ട് വരുന്ന ടെക്നീഷ്യന്മാർക്ക് എന്തെങ്കിലും, എനിക്കൊന്നും അറിയത്തില്ലാത്ത ഒരാളാണ് ഞാൻ. അതായത് കടലിലെ ഒരു തുള്ളി വെള്ളം പോലെയുള്ള അറിവേ എനിക്കുള്ളൂ. ഇത് കടൽ പോലെയാണ് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ. ഒരു കടലിലെ ഒരു തുള്ളി വെള്ളം എനിക്കറിയാം. ആ ഒരു തുള്ളി വേറൊരാൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ, ഒരായുസ് കിട്ടിയ ഒരു തുള്ളി പകർന്നു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ, അത് കണ്ടിട്ട് ഒരാൾക്ക് ഇതാവുകയാണെങ്കിൽ എനിക്ക് സന്തോഷം. ഇന്നലെ ഒരാൾ, ഏത് രാജ്യത്തെന്നാണെന്ന് അറിയത്തില്ല, വേറെ എന്തോ ഭാഷയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. അതിനകത്ത് സോണിയുടെ ഒരു സൗണ്ട് ബാറും ഇതും തമ്മിൽ പെയറാകാതെ വരുമ്പോൾ ചെയ്യേണ്ട ഒരു ട്രിക്കുണ്ട്. എൻ്റെ പഴയ ചാനലിലാണോ എന്ന് എനിക്ക്, സോണി ന്യൂ ടിപ്സ് മലയാളം എന്ന് പറഞ്ഞാൽ എൻ്റെ പഴയ ചാനലിലാണെന്ന് എനിക്ക് തോന്നുന്നു. അയാളത് ഇട്ടിരിക്കുകയാണ്. താങ്കൾ ഈ സാധനം ഇട്ടിരുന്നത് കൊണ്ട് താങ്കൾ ഏത് രാജ്യത്തുള്ള മനുഷ്യനാണെന്ന് എനിക്കറിയില്ല, എങ്കിലും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കയറി നോക്കിയാൽ മതി, കാണാം. താങ്കൾ കാരണം എനിക്ക് ഒത്തിരി ഗുണം കിട്ടി, വളരെ നന്ദി എന്ന് പറഞ്ഞ ഒരാൾ ഇട്ടിട്ടുണ്ട്. അത് കാണുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതൊന്ന് വേറെ ലെവലാണ്. ഏതോ രാജ്യത്ത് കിടന്ന ഒരു മനുഷ്യൻ, ഏത് രാജ്യമാണെന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല ഭാഷ കണ്ടിട്ട്. മലയാളത്തിലേക്ക് ഞാൻ ട്രാൻസ്ലേറ്റർ വെച്ച് ട്രാൻസ്ലേറ്റ് ചെയ്താണ് ഇദ്ദേഹം ഇതാണ് എഴുതിയിരിക്കുന്നത് കണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരറിവും ചെറുതല്ല, ഒരറിവും ഒട്ടും ചെറുതല്ല. ഞാൻ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ഞാൻ എന്നെക്കാളും പ്രായം കുറഞ്ഞ പിള്ളേരോട് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് ഞാൻ ചോദിച്ചു പഠിക്കുന്നത്. എനിക്ക് യാതൊരു നാണക്കേടും അതിനകത്തില്ല. ഞാൻ പൂർണ്ണനായ ഒരാളൊന്നുമല്ല. ഒരിക്കലും പൂർണ്ണനായ ഒരാൾ ദൈവം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ മനുഷ്യരും അപൂർണരാണ്. അവർക്ക് അവരുടേതായ ഇതുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. യേശു ക്രിസ്തു പറഞ്ഞത് എനിക്ക് പറയാനുള്ളൂ, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ, കാണാൻ ചെവിയുള്ളവൻ കാണട്ടെ, മുട്ടുപിൻ തുറക്കപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തും. ഇനിയുണ്ട് കുറേ വാക്കുകൾ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.
താങ്ക് യു. അപ്പോൾ നമ്മുടെ ബോട്ടുമായിട്ട് നമ്മൾ തോട്ടിലേക്ക് തോടല്ലോ നമ്മുടെ കായലിലേക്ക് നമ്മൾ പോവുകയാണ്.